സ്മൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. സുധയുടെ തന്റെ ഇടത്തെക്കുറിച്ചാണ് മനോജിന് പരാതി. സംശയത്തെക്കുറിച്ചും സ്വൈര്യം കെടുത്തലിനെക്കുറിച്ചുമൊക്കെ മനോജ് വാചാലനാകുന്നു. എന്താണ് സുധയ്ക്കും മനോജിനും ഇടയിൽ സംഭവിച്ചത്? നമുക്ക് കാണാം ജീവിതം സാക്ഷിയിലൂടെ. അപ്പം അതിന് മുന്നേ ഇവിടെ മോളെയൊക്കെ വിളിച്ച് ഇവള് പറഞ്ഞു ഞാൻ തല്ലാൻ ചെന്നു, വീട് കയറി അടിക്കാൻ ചെന്നെന്ന് പേടിയായി. മോനെ വിളിച്ചു പറഞ്ഞു. മോനെ എത്ര വയസ്സുണ്ട്? മോന് 10-22 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അവൻ കാലം നിൽക്കാൻ മേലാത്ത പോലെയാണ് വരുന്നത്. അപ്പൊ മോള് കുടിച്ചോണ്ട് വരാ. 22 വയസ്സുള്ള പയ്യൻ. അവൻ കുടിച്ച് വന്നിട്ട് സുധ ചേച്ചിയെ എന്ന് വിളിച്ചു. അപ്പൊ അമ്മ ചോദിച്ചു എന്തുവാടാ? സുധ ചേച്ചി അങ്ങോട്ട് ഇറക്കി വിട്ട ഒരു കാര്യം, അവളെ ഇറക്കി വിടുന്നല്ലേ, നീ ഇങ്ങോട്ട് കയറുവാ എന്ന്. അപ്പൊ പെരക്കകത്തോട്ട് കയറി വരുമല്ലോ, എന്റെ മുടിക്കുത്തിനെല്ലാം ചുറ്റി പിടിച്ചു. എനിക്ക് തടിയാ. ഇവൻ കാര്യമൊന്നും സംസാരിക്കുന്നില്ല. ഭർത്താവ് അങ്ങനെ അവിടെ കിടക്ക, ഒരു അക്ഷരം മിണ്ടുന്നില്ല. അമ്മ നീ എന്താടാ പെണ്ണിനെ കാണി, നീ വിടാന്ന് പറഞ്ഞു, കാര്യം പറഞ്ഞ് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ വിടുന്നില്ല, മുടിക്കുത്തിന് ചുറ്റിപ്പിടി. എനിക്ക് കുഞ്ഞ് പിന്നെ ഭർത്താവ് അനങ്ങുന്നില്ല. ഞാനും അപ്പൊ അവന്റെ പാൻറ്റിനെല്ലാം കൂടെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു. ഇവനെ വിടാന്ന് പറഞ്ഞിട്ട് ഇവൻ വിടുന്നില്ല. ലാസ്റ്റ് അമ്മ മൂത്ത കൊച്ചിന് ഒരു ചൂരിൽ ആ വടി ഇങ്ങനെ എടുത്തോണ്ട്, അപ്പൊ കൊച്ചു വലിയൊരു ചൂരിലെടുത്തോണ്ട് അത് വെച്ച് അമ്മയ്ക്ക് അടിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അമ്മ 2 കൊടുത്തു. പയ്യനായിട്ട് അടിച്ചു. എന്നിട്ട് അവൻ വിട്ടില്ല. അപ്പൊ ഞാന് എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അവനോട്ട് 2 കൊടുത്തു. ഈ മുടി ഒരു കൈ ഇരിപ്പുണ്ട്, എന്നാലും ഒരു കൈ. 2 പെണ്ണുങ്ങളെ അടിക്കൊണ്ടോ ഈ ഭർത്താവ് അനങ്ങുന്നില്ല. നീ അവളെ അടിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞപ്പോഴത്തെ ചാടി കൊണ്ടിരുന്ന അവനോട്ട് 1 കൊടുത്തു. അതായത് ഞങ്ങളുടെ കരച്ചിൽ കേട്ടോണ്ട് അച്ഛൻ ഓടി അവിടുന്ന് ഒരു കല്ലും എടുത്തോണ്ടാ വരുന്നേ. അപ്പൊ വന്നപ്പോ എന്നെ ചുറ്റി പിടിച്ച് ഇവനെ അടിക്കുന്നുണ്ട് അച്ഛൻ വരുന്നേ. അപ്പൊ അമ്മായിപ്പൻ ഇവനിട്ട് ആ കല്ല് വെച്ച് 2 ഇടി പുറത്ത്. അയ്യോ അണ്ണാ വിടാൻ പറ. ഞാൻ ഇപ്പം വിട്ടിട്ടില്ല ഇവനെ. വിടാൻ പറ, എന്നെ തല്ലിക്കൊല്ലും, വിടാൻ പറയാൻ പറഞ്ഞു. നിന്നെ ഞാൻ വിടത്തില്ല, നീ ഇവിടെ കിടന്ന് ചത്തോളാൻ ഞാൻ പറഞ്ഞു. അത് ഇനിയിപ്പോ അച്ഛൻ പിന്നെ അടിക്കാൻ കല്ല് വെച്ച് വാങ്ങാൻ തുടങ്ങി. ഞാൻ അങ്ങ് വിട്ടു. അന്നത്തെ ഇവന്റെ ഇപ്പം 2ാമത് ഇവന്റെ മാമി ഇവന്റെ അമ്മയുടെ ആങ്ങളുടെ ഭാര്യ കയറി വന്നപ്പോ ഞാൻ വിട്ടു ഇവനെ ഇറങ്ങി ഓടി. ആൾക്കാരൊക്കെ കൂടിയപ്പോഴേക്കും അധികം ആൾക്കാരൊന്നുമില്ലമ്മ, 1-2 വീടേ ഉള്ളൂ. ഇവന് ഓടി. ഇവന്റെ കൂടെ 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു കൂടെ. അവരെല്ലാം കൂടെ റോട്ടിൽ നിന്ന് കല്ല് പറക്കി എറിഞ്ഞു വീടിന്റെ മണ്ടയ്ക്ക്. റോഡൊക്കെ പൊട്ടി. കമ്പനിക്കാരുടെ തോട്ടത്തിൽ റബ്ബറൊക്കെ വെട്ടി. ഞങ്ങളാ ചെയ്തെന്ന് പറയിപ്പിക്കാൻ വേണ്ടി. അന്നത്തേക്ക് അമ്മായിപ്പ ഇങ്ങോട്ട് ഇറങ്ങി, ഞങ്ങളെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോ ചേട്ടനും ഇറങ്ങി വന്നു. നീ ഒറ്റ ഒരുത്തനല്ലടാ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ അമ്മായിപ്പ മോനിട്ട് അടിച്ചു. അപ്പൊ ഇപ്പൊ മനസ്സിലായ അമ്മായിപ്പനും അവര് വീട് അമ്മായിമ്മ എല്ലാം സുധേര സൈഡല്ലേ നിൽക്കുന്നത്. അപ്പൊ അവരെ പറ്റിയുള്ള കുറ്റങ്ങൾ മാത്രം എന്തിനാ പറയുന്നത്? എല്ലാം വരുമ്പോ എല്ലാരും സുധേര സൈഡല്ലേ നിൽക്കുന്നത്. കുറ്റല്ല പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മറ്റേ അയാളുടെ കൊച്ചാന്ന് പറഞ്ഞു. അതൊക്കെ ശരി. ഇതൊക്കെ എന്നാലും നിങ്ങൾ സുധേര സൈഡല്ലേ അവരൊക്കെ നിന്നത്. അന്ന് അത് കഴിഞ്ഞപ്പോ ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇവരൊക്കെ എന്റെ സൈഡിൽ നിന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞപ്പോ ഇവര് അമ്മായിപ്പൻ എന്നെ കൊണ്ട് പോയി കേസ് കൊടുത്തു. ചേട്ടനും വന്നു, ഇവളും വന്നു. കേസ് കൊടുത്ത് അവിടെ എഴുതി. എന്ത് കേസ്? ആരുടെ പേരില്? ഈ പയ്യന്റെ പേരില്? വീട് കയറി തല്ലി എന്ന് പറഞ്ഞോണ്ട് കേസ് കൊടുത്തു. എന്റെ മോളെ തല്ലി എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ ചേട്ടനെ എന്തോ നിങ്ങളുടെ പേരിൽ ആ പയ്യൻ കേസ് വല്ലതും കൊടുത്താൽ? ഇല്ല, എന്റെ പേര് കൊടുത്തില്ല. ഇല്ല, എന്റെ പേര് കൊണ്ട് കല്ലെടുത്ത് അടിച്ചതിനും കേസൊന്നുമില്ല. ഇല്ല, അതൊന്നും അവര് പറഞ്ഞിട്ടില്ല. കേസ് കൊടുത്തു നിങ്ങള്? കൊടുത്തിട്ട് വന്നു. അതൊക്കെ ഇപ്പോഴെന്താ സംഭവം നടക്കുന്നത്? ഇപ്പൊ ഭർത്താവ് വന്നിട്ട്, ഭർത്താവ് എവിടെ? ഭർത്താവിന്റെ കൂടെയാണോ താമസിക്കുന്നത്? അല്ല. അതെന്താ കാരണം? അത് ഭർത്താവിന് ഞാൻ നിർബന്ധം വിളിച്ചാണ് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. പെരുമ്പാവൂര് ഭർത്താവ് വരികയല്ലായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി? അല്ല, അവിടെ കേസ് കൊടുത്ത് ഇവര് എഴുതി വെപ്പിച്ചായിരുന്നു. അവിടെ കൂടെ പോക്കണം, പെരുമ്പാവൂര് നല്ല ജീവിക്കാൻ നല്ല മാർഗം. പോലീസ് സ്റ്റേഷനിൽ ഒക്കെ വെപ്പിച്ചു.
ഈ അടിയതിന് ശേഷം ഇനി വേളൊന്നുണ്ട് അവന് പിടിച്ചോണ്ട് പോയി, ഈ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പിടിച്ചോണ്ട് പോയി. പിന്നെ അവര് ജാമ്യത്തിൽ ഇറക്കുക ചെയ്ത് ഈ മോനെ, നിഷാദ് എന്നാണ് പേര്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പെരുമാറി കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങള് അവിടെ കഴിഞ്ഞോണ്ടിരുന്നു. പിന്നെയും പുള്ളി ഇങ്ങനെ ഓരോ കള്ളത്തരം പറഞ്ഞ് അവിടെ നിന്ന് പോരും. പിന്നെയും തുടങ്ങി, പിന്നെ പരിപാടി തുടങ്ങി. പിന്നെ പുള്ളി ഗുരുവായൂർക്ക് പോവാന്ന് പറഞ്ഞ് പോയി അമ്പലത്തിൽ. അപ്പൊ ഞാൻ പുറകെ പോയി. അപ്പൊ ഇവൻ എവിടെ പോയോ? ഞാൻ ആലുവ വരെ പോയി. ബസ്സിൽ തന്നെ ഞാനും പോയി, റെഡിയായി. ഞാനും ഇവരുടെ കൂടെ പോയി. ഞാനും ഞാനും ഗുരുവായൂർ വരുക എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. ഇവര് ആലുവായി ചെന്നപ്പോ ഇവര് എന്നെ വെട്ടിച്ച് ഹോട്ടലിൽ കയറി. ഇവര് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് എന്നെ നോക്കിയിട്ട് ഭക്ഷണം കഴിച്ച് ഇവർക്ക് ഫോൺ ചെയ്ത് ഇവള് എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ എങ്ങനെയും വെട്ടിച്ച് അവിടെ കൂടെ വരാന്ന് ഇവര് മാറുന്ന ഫോണിനൊക്കെ ചെയ്തിട്ട് ഇറങ്ങി വന്നു. ഞാനിങ്ങനെ ഹോട്ടലിൽ അവിടെ വഴിയിലെ വിട്ടിട്ട് ഭയങ്കര മഴ പെയ്തപ്പം ഞാൻ മഴ നനയാതെ സൈഡിൽ കയറി നിന്ന് താക്കുന്ന ബസ് വന്നു. ബസ് വന്ന വഴി ഇവര് പെട്ടെന്ന് ആ ബസ്സിന് മറികടന്ന് ബസ്സിന് കയറി ഇവര് പോയി. ഒന്നും പറയാതെ പോയി. അപ്പൊ ഞാൻ ചേട്ടൻ ഇതുപോലെ ഗുരുവായൂർ പോവാന്ന് എല്ലാം എന്റെ അമ്മായിമ്മയോടും അമ്മായിപ്പനോടൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ തിരിച്ചു വരാനുള്ള പൈസയൊക്കെ സുധീര കയ്യിലുണ്ടായിരുന്നു? എന്റെ കയ്യില് 100 രൂപ കൊണ്ടുണ്ടായിരുന്നു തിരിച്ചു വരാൻ. അല്ലാതെ പൈസ ഒന്നും എന്റെ കയ്യിലില്ല. ആലുവ വരെയുള്ള അധികം പൈസ ഇല്ല ഞങ്ങളുടെ അവിടുന്ന്. എങ്ങനെയാ വഴി നീല വഴക്കായിരുന്നോ തിരിഞ്ഞു പോയി? ഞാൻ ചെല്ലുന്നതിന് പുള്ളിക്ക് ഭയങ്കര എതിർപ്പാണ്, ദേഷ്യാണ്. ദേഷ്യം ഒന്ന് കയറി പോയതാണോ? അങ്ങനെ എന്നോട് ഗുരുവായൂർ പോവാന്ന് പറഞ്ഞു പോയ ആള് 3-ാം ദിവസമാണ് എന്റെ വീട്ടിൽ കയറി വരുന്നത്. വന്നിട്ട് അപ്പൊ വഴക്കുണ്ടാക്കിയോ? അന്ന് വഴക്കുണ്ടാക്കിട്ട് പുറത്ത് പോകാൻ പറഞ്ഞോ? അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഇഷ്ടമുള്ളപ്പം വരികയും പോവുകയും ചെയ്താൽ ശരിയാവില്ല. നിങ്ങൾ പോയപ്പം പുള്ളിയുടെ ഈ ഇച്ചിരി കണ്ട് പൈസ ഉള്ളൂ. വന്നപ്പോ 3000 രൂപ, ഒരു ഷർട്ട്, ഒരു കൈലി, ഒരു ഫോണ്. അതിന്റെ മുന്നേ ഇവര് ഓരോ ഓണത്തിന് എന്റെ പിള്ളേർ ഞാൻ അവളാണ് ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. അവള് മേടിച്ചു കൊടുത്തു വിട്ടാ. അപ്പൊ ഈ കാശിന് വേണ്ടിയാണ് പെണ്ണിനെ കാണാൻ പോകുന്നത്? അവള് കാശ് കൊടുക്കും. അവളോട് പറഞ്ഞിട്ട് അവള് എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മനോജിനെ പോലെ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കൂന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. മനോജ് അത്രയും നല്ലതാണോ? നല്ല ആളാണ്, നല്ല സ്വഭാവമായിരുന്നു. പിന്നെ എങ്ങനെ സ്വഭാവം മാറിയെന്ന് എനിക്കറിയില്ല. ഈ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് സംഭവിച്ചു? നിങ്ങൾ തമ്മിൽ എങ്ങനെ പിണങ്ങി? ഈ ഒരു കാരണം പിരിഞ്ഞത് പറയും. വീട്ടിൽ നിന്ന് പോയി 2 മാസം ഇവര് കണ്ണൂര് പോയി ഇവളെയും കൊണ്ട്. കണ്ണൂര് ഒരു അനിയനുണ്ട്, അവിടെ പോയി എത്ര കാലം? 2 മാസം അവിടെ പോയി നിന്നു. ജൂണ് അവളുടെ അനിയന്റെ കൂടെ അല്ല, അമ്മായിമ്മയുടെ അനിയത്തിയുടെ മോന്റെ കൂടെ അവിടെ പോയി താമസിച്ചു. അവിടെ എന്തിനാ പോയി താമസിച്ചത്? ഇവളെ കൊണ്ട് പോയി താമസിച്ചു. അവര് എന്നിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞില്ല. അപ്പൊ ഈ കേസുള്ള കാരണം ഞാൻ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒന്നും കൂടെ കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞപ്പോ അവളെ കൊണ്ടാണ് പോയെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? പുള്ളി 2 മാസമായിട്ടും വീട്ടിൽ നിന്ന് വരുന്നില്ല. അയാള് പോയി, അയാളുടെ കൂടെ അവളുടെ കൂടെയാണ് പോയത്. എങ്ങനെ അറിയാം? ഞാൻ അന്വേഷിച്ചു. ഇവള് ചേട്ടൻ എന്തിയെന്ന് അന്വേഷിച്ചു കഴിഞ്ഞ് വേറെ കുഞ്ഞുമ്മയുടെ മോനും കൂടെ കൂടിയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ചേച്ചി കേസ് കൊടുക്കാൻ പോകുമ്പോൾ എല്ലാവരും കുടുങ്ങും എന്ന് ഇവൻ പറഞ്ഞിട്ട് അനിയൻ വിളിച്ചു പറഞ്ഞു, അവളും ചേട്ടനും ഇവിടെ ഉണ്ട്. കണ്ണൂര് അനിയൻ വിളിച്ചു പറഞ്ഞു. അത് ശരി, അവസാനം എന്തായി പറയൂ? അതൊക്കെ നിങ്ങൾ അവളെ ഞാൻ ഇവിടുന്ന് ചേട്ടനെ വിളിച്ചോണ്ട് വന്നു. കണ്ണൂര് പോയി ഞാനും എന്റെ 2 മക്കളും കൂടെ വിളിച്ചോണ്ട് വന്ന് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോ പുള്ളി പണിക്കൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞ് പുള്ളി സൈക്കിളിൽ നിന്ന് വീണുമ്പോ ഞങ്ങളെ ഇല്ല, അവള് ജോലിക്ക് പോയി. നിങ്ങൾ ഒറ്റയ്ക്ക് പോയോ? ഞാനും കുഞ്ഞമ്മയുടെ ഒരു മോനും എന്റെ 2 പിള്ളേരും കൂടി. റംല ഞാൻ കണ്ടില്ല. അവര് സാക്ഷിയാണല്ലോ. അവര് ആരാണ് സാക്ഷി? അനിയന്റെ ഭാര്യ, അനിയന്റെ അവിടെ 2 പേരും ഒരു വീട്ടിൽ താമസിക്കുന്ന അവര് കണ്ടു. അവരുടെ വീട്ടിലാ താമസിക്കുന്നേ. അവര് പറഞ്ഞു ഇവിടെ താമസിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നു. അവള് പോയിട്ട് അവര് സമ്മതിച്ചോ? ഞങ്ങളുടെ വീട്ടിലാണ് 2 പേരും ഞങ്ങളുടെ വീട്ടിലാണ് സമ്മതിച്ചു. എന്നിട്ട് വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് ഞാൻ വിളിച്ചോണ്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ആ ബന്ധം ഉപേക്ഷിക്ക, നമുക്ക് 2 പിള്ളേരില്ലേ, അങ്ങനെ തെറ്റുകൾ ഉണ്ടാകുന്ന മനുഷ്യരുണ്ട്, അതൊക്കെ ക്ഷമിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് സഹകരിച്ചു പോകാന്ന് പറഞ്ഞു. അതിനെച്ചാൽ എന്താ അർത്ഥം?
രണ്ടുപേരും പുള്ളിക്ക് വേണം. ഓ, 2 ഭാര്യമാരായിട്ട് ജീവിക്കണം. നമുക്ക് നേരത്തെ പോലെ സഹകരിച്ചു പോകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭയങ്കര ആളാണല്ലോ. ഞാൻ പറഞ്ഞു ഒക്കത്തില്ല, എനിക്ക് 2 പിള്ളേരുണ്ട്, നിങ്ങൾക്ക് പോവാണെങ്കിൽ പൊക്കോ. അല്ല, സഹകരിച്ചു പോകുന്നവർ പക്ഷെ സ്നേഹത്തിൽ നിങ്ങൾ തമ്മിൽ സഹകരിച്ചു പോവാന്നാണോ പറഞ്ഞത്? അല്ല, രണ്ടുപേരും ഒത്ത് പുള്ളിക്ക് ആ രീതി പോണം, ഞാനും ആ ഒപ്പം അങ്ങനെ പറഞ്ഞൊരു വാക്ക് പറഞ്ഞോ? ആ രമലയും നീയും 2 പേരും ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞു. സഹകരിച്ചു പോവാന്ന് പറഞ്ഞു. അതിന് മുന്നേ അമ്മ പറയുമായിരുന്നു, അങ്ങനെ ആണുങ്ങളല്ലേ പല ഇടത്തും പോവും, അത് പെണ്ണുങ്ങൾ സഹിച്ചും ക്ഷമിച്ചും കഴിയണമെന്ന് എൻ്റെ അമ്മായിമ്മ പറഞ്ഞിട്ട് പല പ്രാവശ്യവും. ആണുങ്ങൾ പോകുന്നിടത്തൊക്കെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? പുള്ളി അന്ന് അവിടുന്ന് പോയതാ. വീട്ടിൽ നിന്ന് പോയെന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആഗസ്റ്റ് 25 പുള്ളി അവിടുന്ന് പോരുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന ആഗസ്റ്റ് 8 കൊണ്ടുവരുന്നു. പിന്നെ 25 പുള്ളി അവിടുന്ന് പോരുന്നു. സുധയ്ക്ക് എന്താ വേണ്ടത്? സുധയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ ഭർത്താവിനെ വേണം. നിങ്ങളിൽ എന്തോ ഒരു കുറവ് കണ്ടിട്ടില്ല അയാൾ പോയത്. ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കണം. കുറവെന്ന് പറയണമ്മ, എന്റെ ഇല്ല കുറവ് അവര് പറയണം.